നിങ്ങൾക്കറിയാമോ, ശ്രീനാരായണ ഗുരു ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യർക്ക് എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന്? ഒരു കാലഘട്ടമുണ്ടായിരുന്നു. സമൂഹം ജാതിയുടെ പേരിൽ വേർതിരിച്ച കാലം. ചിലരെ മേലെയുള്ളവരെന്ന് വിളിച്ച കാലം, മറ്റു ചിലരെ താഴെയുള്ളവരെന്ന് തള്ളിക്കളഞ്ഞ കാലം. വിദ്യാഭ്യാസം നിഷേധിച്ച കാലം, അഭിമാനം നിഷേധിച്ച കാലം, ദേവാലയങ്ങളിൽ പ്രവേശനം പോലും നിഷേധിച്ചു. അന്ന് ഗുരു ചോദിച്ച ഒരു ലളിതമായ ചോദ്യമുണ്ടായിരുന്നു: ദൈവം എല്ലാവരെയും ഒരുപോലെ സൃഷ്ടിച്ചെങ്കിൽ മനുഷ്യർ എന്തിനു തമ്മിൽ വേർപിരിയണം? ഗുരു പറഞ്ഞ ഒരു ജാതി എന്നത് പുതിയൊരു ജാതിയെ സൃഷ്ടിക്കാനല്ല, മനുഷ്യരാകുന്നത് തന്നെ ഒരേ ജാതിയിലാണെന്ന് ഓർമ്മിപ്പിക്കാനാണ്. ഒരു മതമെന്ന് പറഞ്ഞപ്പോൾ ഗുരു വിശ്വാസത്തെയും തള്ളിയില്ല. പകരം അദ്ദേഹം പറഞ്ഞു: സത്യം, കരുണ, ധാർമ്മികത എല്ലാ മതങ്ങൾക്കും ഒരുപോലെയാണ്. ഒരു ദൈവമെന്ന് പറഞ്ഞത് ഒരൊറ്റ രൂപത്തെക്കുറിച്ചല്ല, ഒരേ ദൈവിക സത്ത എല്ലാ ജീവികളിലുമുണ്ടെന്ന ബോധ്യമാണ്. ഈ ചിന്ത സമൂഹത്തെ നടുക്കി, വിദ്യാഭ്യാസത്തിന് വഴി തുറന്നു, സ്വ അഭിമാനം വളർത്തി, സാമൂഹിക പരിഷ്കാരങ്ങൾക്ക് ശക്തി നൽകി, കേരളത്തെ സമത്വത്തിൻ്റെയും പുരോഗതിയുടെയും വഴിയിലേക്ക് നയിച്ചു. ഇതൊരു മുദ്രാവാക്യം മാത്രമായിരുന്നില്ല, ഇതൊരു വിപ്ലവമാണ്. മതത്തിനെതിരായ വിപ്ലവമല്ല, വേർതിരിവിനെതിരായ വിപ്ലവം. കാരണം മനുഷ്യത്വം മുൻപിൽ വന്നാൽ ജാതി സ്വയം അപ്രത്യക്ഷമാകും. ശ്രീനാരായണ